ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഈ ആരംഭ ദിവസം നമ്മുടെ ആരാധനയ്ക്ക് തൊട്ട് മുമ്പായി ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നമ്മൾ നാളെ മുതൽ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ആമുഖം നമ്മൾ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് എൻ്റെ ഹൃദയത്തിലെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയാ. സന്തോഷം. ദൈവവചനം കേൾക്കാൻ ദാഹമുള്ള ഒരു ജനത രൂപപ്പെട്ടു വരുന്നത്, അത് വർദ്ധിച്ചു വരുന്നത് ദൈവത്തിൻ്റെ കരുണയായിട്ട് മനസ്സിലാക്കുന്നു. വചനത്തെ ശ്രദ്ധിക്കുന്ന ഒരു ജനത ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇണങ്ങിയ ഒരു ജനതയാണ്. ദൈവം അവരെ പ്രത്യേകം സ്നേഹിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവിൻ്റെ അടുത്ത് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി വന്ന ജനതയെക്കുറിച്ച് ഈശോ പറയുന്നത്, വചനം പറയുന്നത് ഇങ്ങനെയാണ്: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് വലിയ വിരോധം തോന്നി എന്നാണോ? ദേഷ്യം വന്നു ആണോ? ഇറിറ്റേഷൻ വന്നു ആണോ? അല്ല. ഈശോയ്ക്ക് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ വലിയ അനുകമ്പ തോന്നി. വലിയ അനുകമ്പ തോന്നി. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ വലിയ അനുകമ്പ തോന്നി. അതായത് ആ ജനത യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ വന്ന ജനതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവായ യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ, അവിടുന്ന് അരുളി ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി വരുമ്പോൾ, അങ്ങനെയുള്ളവരോട് ദൈവത്തിന് സവിശേഷമായ ഒരു സ്നേഹമുണ്ടെന്ന് ഞാൻ ഈ നാളുകളിൽ ശക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതായത് വചനം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവത്തിന് പ്രത്യേകമായിട്ടൊരു സ്നേഹമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒറ്റ കാര്യമാണ് ആഗ്രഹിക്കേണ്ടത്: ദൈവമേ, എന്നോട് അങ്ങ് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം. ഇതാണ് ആഗ്രഹിക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്ന വാക്യം നിങ്ങൾ വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ വായിക്കാം. യോഹന്നാൻ 1:45 മുതൽ. നിങ്ങൾ ബൈബിള് കൊണ്ടുവരണമെന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഒത്തിരി സമയമെടുത്തൊക്കെ പറഞ്ഞാണ്. ഞാനത് പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങളങ്ങനെ ഇല്ലാത്തവരെ ഓർത്ത് ഞാൻ വളരെ സങ്കടപ്പെടുന്നു. നിങ്ങൾ നാളെ ബൈബിളുമായിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് വചനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം നമ്മൾ ബൈബിളെടുത്ത് വായിച്ച് പോകുമ്പോൾ നിങ്ങൾ മടുക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ബൈബിളില്ലാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിരസമായിട്ട് തോന്നും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകവുമായിട്ട് വരിക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കാം. ഉച്ചത്തിൽ. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു: മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു: നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു: വന്ന് കാണുക. നഥാനിയേൽ അടുത്ത് വളരെ ശ്രദ്ധിച്ച് വായിച്ചോ. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു: ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു: നീ എന്നെ എങ്ങനെ അറിയുന്നു? അപ്പോൾ ഇതാണ് നഥാനിയേൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ. നഥാനിയേൽ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലനായ ആരാണ്? ബർത്തലോമിയ ആണ് ഈ നഥാനിയേൽ. ബർത്തലോമിയാണ് നഥാനിയേൽ. അപ്പോൾ ബർത്തലോമിയ അല്ലെങ്കിൽ നഥാനിയേൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് യേശു പറയുകയാണ്: ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പം നഥാനിയേൽ ചോദിച്ചു: നിനക്കെങ്ങനെ എന്നെ അറിയാം? നീ എന്നെ എങ്ങനെ അറിയുന്നു? അത്ഭുതവും വിസ്മയവും കലർന്ന ഒരു മുഖത്തോടെ നഥാനിയേൽ ചോദിച്ചു. ഉടനെ ഈശോ പറയുന്ന മറുപടിയാണ് നമ്മുടെ ചിന്താവിഷയം. ഈശോ പറയുകയാണ്, എന്താ പറയുന്നത്? ഫിലിപ്പോസ്, ഉച്ചത്തിൽ വായിക്കുക. ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ ഓൾറെഡി കണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ നേരത്തെ നിന്നെ കണ്ടായിരുന്നു. നേരത്തെ. എപ്പോഴാണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ. ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളെ ധ്യാനിച്ച് തിരുവെഴുത്തിൻ്റെ ചുരുളുകളുമായി യഹൂദൻ ഇരുന്ന സ്ഥലമാണ് അത്തിമര ചുവടുകൾ.
അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിള് തുറന്നു വച്ചിരിക്കുക എന്നാണ് അതിൻ്റെ പഴയ നിയമത്തിലെ അർത്ഥം. ഉദാഹരണത്തിന് മിശിഹ വരുമ്പോൾ മിശിഹ പഴയ നിയമ ജനത പ്രതീക്ഷിക്കുകയാണ്. മിശിഹ വരുമ്പോൾ മിശിഹ അവരെ സമാധാനത്തോടെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ധ്യാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആനയിക്കുമെന്ന് അത്തിമര ചുവട്ടുകളിൽ കൊണ്ടുപോയി ഇരുത്തുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് വ്യക്തമാകാൻ 2 പ്രവചനങ്ങൾ വായിക്കാം. ഒന്ന് സക്കറിയ പ്രവചനം. സക്കറിയ എടുക്കാൻ എളുപ്പമാണ്. മത്തായിയുടെ പുറകിൽ ഒരാളിരിപ്പുണ്ട്. മത്തായിയുടെ പുറകിൽ ആരാ? മിസ്സസ് മത്തായി അല്ല, മത്തായിയുടെ പുറകിൽ ആരാ? മലാഖിയുടെ പുറകിലാണ് ആര്? സക്കറിയ. മനസ്സിലായോ? അപ്പോൾ സക്കറിയ എടുക്കാൻ വളരെ എളുപ്പമാണ്. മത്തായി എടുക്കുക, 2 പുസ്തകം പുറകോട്ട് മറിച്ചാൽ, 1 പുസ്തകം പുറകോട്ട് മറിച്ചാൽ അത് കഴിയുമ്പോൾ ആരെ കിട്ടും? സക്കറിയയെ കിട്ടും. സക്കറിയ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായം. സക്കറിയ പ്രവചനത്തിൽ അപ്പോൾ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ അവസാനത്തല്ല 11 ഒരു സെക്കൻഡ്. സക്കറിയ പ്രവചനം 3-ാം അധ്യായം എടുക്കുക. സക്കറിയ പ്രവചനം 3-ാമത്തെ അധ്യായം. 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. 9 മുതൽ വായിക്കാം. സക്കറിയ 3, 9, 10 വായിക്കാം. ജോഷുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലിൽ, 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ്, അത് കർത്താവ് വിശ്വമിശിഹായുടെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്ന പ്രവചനമാണിത്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും. ലോകം മുഴുവൻ്റെയും പാപം ഒറ്റ ദിവസം കൊണ്ട് യേശു ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത ദിവസമാണ് ദുഃഖവെള്ളി, യേശുവിൻ്റെ കുരിശുമരണം. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. 10-ാമത്തെ വാക്യം. അന്ന് നിങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷ തണലിലേക്കും ക്ഷണിക്കും, സൈന്യങ്ങളുടെ കർത്താവ്. ഇങ്ങനെ ഒരു പ്രവചനമുണ്ട്. വേറെയും പ്രവചനങ്ങളുണ്ട്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതായത് ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ. മിശിഹ വരുന്ന കാലത്ത് മിശിഹായുടെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സമാധാനമുള്ളൊരു കാലം തരും. ആ സമാധാനമുള്ള കാലത്ത് ജനത ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ തിരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം അന്വേഷിച്ചുകൊണ്ട് അത്തിമര ചുവടുകളിൽ ഇരിക്കും. മീഖ പ്രവാചകൻ്റെ, ഇനി കുറച്ച് പുറകോട്ട് മറിച്ചാൽ മീഖ കിട്ടും. മീഖ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. മീഖ പ്രവാചകൻ്റെ ഒരു കാര്യം ചെയ്യാം, 4:1 മുതൽ വായിക്കാം. മീഖ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കാം. അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലയിൽ ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. വായിക്കാം. അവർക്ക് വായിച്ചോ. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ മലയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. കർത്താവ് നമ്മളെ പഠിപ്പിക്കും, അവിടുത്തെ വഴികൾ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് അനേകം ജനതകൾ കർത്താവിൻ്റെ മലയിലേക്ക് പ്രവഹിക്കും. അടുത്ത വാക്യം. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അടുത്ത വാക്യം. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. 4-ാമത്തെ വാക്യം. 4:4 വായിച്ചേ. ഉറക്കെ വായിക്കാവോ? അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമര ചോട്ടിലുമായിരിക്കും. ആരും അവരെ, ഇങ്ങനെ ഒത്തിരി പ്രവചനങ്ങളുണ്ട്. ഇങ്ങനെ അത്തിമര ചുവട്ടിലേക്ക് ജനതയെ ദൈവം കൊണ്ടുവരുന്നൊരു കാലം. ആ കാലം എന്ന് പറഞ്ഞാൽ മിശിഹ വന്ന് ജനത്തിൻ്റെ പാപം തുടച്ചു മാറ്റി ദേശത്ത് സമാധാനം സ്ഥാപിക്കുന്ന കാലം. ആ കാലത്ത് ജനം ആരെയും ഭയപ്പെടാതെ സമാധാനമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പരിശോധിക്കും. അതാണ് അത്തിമര ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഈശോ പറയുകയാണ്,
നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. ബർത്തലോമിയായെ, നഥാനിയേലിനെ യേശു അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളിലൊന്ന് അവൻ നിഷ്കപടനായ ഇസ്രായേൽക്കാരനാണ്. അവന് കാവട്ടിയില്ല. അവൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും രണ്ടല്ല. അവനുള്ളിൽ ചിന്തിച്ച പോലെയാണ് ചോദിക്കുന്നത്. നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാവോ? അവന് ഉള്ളിൽ തോന്നി, അവൻ അതുപോലെ തന്നെ ചോദിച്ചു. കാവട്യം, കള്ളത്തരം കാണിച്ചില്ല. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് വെളി വേറൊന്ന് പ്രകടിപ്പിച്ചില്ല. കാവട്ടിയില്ലാത്ത, ഗയലില്ലാത്ത, ഹിപ്പോക്രസി ഇല്ലാത്ത ഇസ്രായേൽക്കാരൻ. ഇനി അതിനേക്കാൾ ഉപരി ഈശോ പറയുകയാണ്, നിന്നെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു, നിന്നെ ഞാൻ നോട്ട് ചെയ്തായിരുന്നു, നിന്നെ ഞാൻ മാർക്ക് ചെയ്തായിരുന്നു, നിന്നെ ഞാൻ അടയാളപ്പെടുത്തിയായിരുന്നു. സ്വർഗസ്ഥനായ ദൈവം, പ്രപഞ്ചം മുഴുവൻ്റെ മേൽ അധികാരമുള്ള സർവശക്തനായ കർത്താവ്, കോടാനുകോടി മനുഷ്യർക്കിടയിൽ ചില മനുഷ്യരെ ഇങ്ങനെ മാർക്ക് ചെയ്യും, നോട്ട് ചെയ്യും. ചില കുടുംബങ്ങളെ ഇങ്ങനെ അടയാളപ്പെടുത്തും. ആരെയാണെന്നറിയാം? ഇതെടുത്ത് പിടിക്കാൻ മാനക്കേടില്ലാത്തവരെ, ഇത് വായിക്കാൻ ശങ്കയില്ലാത്തവരെ, ഇത് കൊണ്ടുവരുന്നത് വലിയ എന്തോ അഭിമാന പ്രശ്നമായി കരുതാത്തവരെ ദൈവം നോട്ട് ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ എടുക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കും. ദൈവം ഉറപ്പാണത്. 10,000-കൾക്കിടയിൽ നിന്ന്, സഹസ്രങ്ങൾക്കിടയിൽ നിന്ന് ദൈവം നിങ്ങളുടെ കുടുംബത്തെ അടയാളപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ തേക്കുതോട്, കരുമാന്തോട്, തേക്കുതോടൊക്കെ ഞാൻ വികാരിച്ചനായിരുന്നു. വികാരിച്ചനാവുന്നതിന് മുമ്പ് എനിക്ക് ആ സ്ഥലങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ വല്യമ്മച്ചിയൊക്കെ താമസിച്ചിരുന്ന സ്ഥലം അതാണ്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്, ഈ വല്യമ്മച്ചിയൊക്കെ ഈ ശർക്കരയും തലച്ചുമടായിട്ട് ചുമന്ന് കോന്നിച്ചന്തയെ കൊണ്ടുവന്ന് വിറ്റ്, അത് നടന്നു വന്ന് തിരിച്ചു കൊണ്ടുപോയി ആ തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളെയൊക്കെ, പാവപ്പെട്ട ഒരു കുടുംബം. അപ്പം അങ്ങനെയൊക്കെ അത്രയും ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്ന ഒരു വല്യമ്മയാണ്. 102 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പൻ്റെ അമ്മ മരിച്ചത്. 102 വയസ്സ്. എൻ്റെ വളരെ ചെറിയ കാലം മുതൽ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. വീട്ടിൽ വലിയ സാമ്പത്തിക അവസ്ഥയൊന്നും അത്ര നല്ലതല്ല. വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു വീടാണ്. സാഹചര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. പക്ഷെ ഒരു കാഴ്ച വളരെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ കറുത്ത പുറഞ്ചട്ടയുള്ള ഒരു വേദപുസ്തകം തുറന്ന് ഒരു വല്യമ്മ വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ പൊട്ടിയ കണ്ണാടിയും വെച്ച് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം സുവിശേഷം പ്രസംഗിക്കാനും വചനം പ്രഘോഷിക്കാനും ഒക്കെ എനിക്ക് ദൈവം ഒരു നിയോഗവും ഭാഗ്യവും തരുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം എന്നെ എങ്ങനെയായിരിക്കും കണ്ടത്? ഒരു പാവം വല്യമ്മ, ഒട്ടും നിവൃത്തിയില്ലാത്തൊരു വീട്ടിൽ, കഠിനമായ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ, ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നൊരു കാലത്ത്, അതിൻ്റെ നടുവിലും ഈ പുസ്തകം തുറന്ന് വായിക്കാൻ ശീലിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വായിക്കുമായിരുന്നു. വളരെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ദൈവം നോട്ട് ചെയ്യും, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവം ശ്രദ്ധിക്കും. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അടയാളപ്പെടുത്തുകയും നിങ്ങളെ ദൈവം അഭിമാനത്തോടെ നോക്കുകയും ചെയ്യും. പുണ്യങ്ങൾ കുറവായിരിക്കും, സിദ്ധികൾ കുറവായിരിക്കും, പണം കുറവായിരിക്കും, വിദ്യാഭ്യാസം കുറവായിരിക്കും, കുടുംബ മഹിമ കുറവായിരിക്കും, പൈതൃകം കുറവായിരിക്കും, അവകാശാധികാരങ്ങളൊന്നും ഇല്ലാതിരിക്കും, കായിക ബലം ഉണ്ടാവില്ല, അംഗബലം ഉണ്ടാവില്ല, ആയുധബലം ഉണ്ടാവില്ല, സാമ്പത്തിക സുരക്ഷ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉപകാരികളും ഗുണകാംക്ഷികളും അഭ്യുദയകാംക്ഷികളും ഒന്നും ഇല്ലായിരിക്കും, മെൻറ്ററുകളും സ്പോൺസറുകളും ബെനഫാക്ടറേഴ്സും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ദൈവം ഉണ്ടാവും. ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മറക്കരുത്, വചനം എടുക്കാതെ വരരുത്. ഇനി ബൈബിൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? പൈസ കൊടുത്തൊരെണ്ണം വാങ്ങണം. പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ വികാരിച്ചനോട് പറഞ്ഞാൽ മതി, അച്ഛനൊരു ബൈബിൾ വാങ്ങിച്ച്, അതിനുള്ള പാങ്ങ് നമ്മുടെ ഇടവകളൊക്കെ ഉണ്ട്. ബൈബിൾ ഇല്ലാത്തവർക്കൊരു ബൈബിൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവൃത്തി നമ്മുടെ എല്ലാ പള്ളിക്കും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തരുത്, ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇന്നത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവണം. നിങ്ങൾ ഈ നഗരത്തിലൂടെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവണം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്നത് നമ്മളത് എടുത്ത് വായിക്കണം. എടുത്ത് വായിക്കുമ്പോഴാണ് വലിയ അനുഗ്രഹ ശക്തി നിറയുന്നത്. അങ്ങനെയാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം, 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം. അവിടെ
അപ്പോസ്തലൻ പറയുകയാണ്, യോഹന്നാൻ ശ്ലീഹ പറയുകയാണ് 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2:14 വായിക്കാമോ? ഉറക്കെ വായിക്കേ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആദിമുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാവിനെ നിങ്ങൾ അറിയുന്നു. 14 വായിച്ചേ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആദിമുതലുള്ളവനെ അറിയുന്നു. അടുത്ത വാക്യം, യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ ശക്തന്മാരാണ്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ ആരാണ്? ശക്തന്മാരാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ശക്തന്മാരായിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വസിക്കുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അറിയാവുന്നതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് ദൈവവചനം നിറയുമ്പോൾ ശക്തി ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണ്? വചനമാരാണ്? ദൈവമാണ്. വെളിപാട് 19:13. വെളിപാട് 19:13. വെളിപാട് 19:13 വായിക്കാമോ? അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. വായിച്ചേ. വെളിപാട് റെവലേഷൻസ് 19:13. വെളിപാട് 19:13 വായിക്കാമോ? അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനമെന്നാണ് ദൈവത്തിൻ്റെ നാമം. അവൻ ദൈവവചനമാണ്. അതുകൊണ്ട് വചനം ആരിലെല്ലാം ഉണ്ടോ അവർക്ക് എന്തുണ്ട്? ശക്തിയുണ്ട്. വചനം ഇല്ലെങ്കിൽ എന്തില്ല? ശക്തിയില്ല. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളും അത് തുറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹവുമാണ് നിങ്ങളിലുള്ള ദൈവശക്തിയെ തീരുമാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എത്രത്തോളം വചനം നിറയാമോ അത്രത്തോളം നമ്മൾ ദൈവശക്തിയുള്ളവരായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ 1996-97 മറ്റോ ആണ് മരിച്ചുപോയ കേരളത്തിലെ അതിശക്തനായ ഒരു അൽമായ ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ബ്രദർ വിക്ടർ, OJ വിക്ടർ ബ്രദർ. വിക്ടർ ബ്രദറിൻ്റെ കൂട്ടായ്മയിൽ ദൈവശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്ന അനേക ആളുകൾ ഈ കാലഘട്ടത്തിൽ ദൈവശുശ്രൂഷ ചെയ്യുന്നുണ്ട്, കേരളത്തിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും. അപ്പോൾ ഈ OJ വിക്ടർ അദ്ദേഹം കൊച്ചിയിലെ ഒരു ക്രിമിനൽ ലോയറായിരുന്നു. OJ വിക്ടർ ലോകപ്രകാരം ലൗകികതയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ക്ലാരമ്മ എന്നാണ്. ക്ലാരമ്മ ഡോക്ടർ. ക്ലാരമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ക്ലാരമ്മ ഡോക്ടർ ഭക്തയാണ്. പക്ഷേ OJ വിക്ടർ ലൗകികനായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഗാർഡനിൽ, ഉദ്യാനത്തിൽ ബാറുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും കൂട്ടുകാരെല്ലാം വരും, ഒരുമിച്ചിരുന്ന് കുടിക്കും. അങ്ങനെ ഒരുമിച്ചിരുന്ന് കുടിച്ച് അങ്ങനെ ഉല്ലസിച്ച് അങ്ങനെ ലോകപ്രകാരം ദൈവത്തോട് വലിയ മമതയൊന്നുമില്ല, ദൈവവിരോധിയൊന്നുമില്ല. ചെറുപ്പത്തിൽ ഭക്തനായിരുന്ന ആളാണ്, ദൈവവിരോധിയൊന്നുമില്ല, പള്ളി പോകാത്ത ആളൊന്നുമല്ല. പക്ഷെ തികച്ചും ലൗകികനായി ജീവിച്ചൊരു മനുഷ്യൻ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പാല് കൊണ്ടുവരാനോ മറ്റോ ഒരു മനുഷ്യൻ വന്നപ്പോൾ ആ മനുഷ്യനോട് ഇദ്ദേഹം സംസാരിച്ചപ്പോൾ നിനക്ക് ഈ പാല് കൊണ്ടുവന്ന് തന്നാൽ, നീ ചെറിയ ഈ മീനിയിലായി ജോലി ചെയ്താൽ നിനക്ക് എന്ത് കിട്ടും? വീട്ടിൽ ഭയങ്കര ബാധ്യതയാണോ, കടമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഒന്നും കിട്ടാനില്ല, ഇത് ചെയ്തതുകൊണ്ട് ജീവിതം നന്നായിട്ടൊന്നും മുന്നോട്ട് പോകുന്നൊന്നുമില്ല, നല്ല കടമാണ് വീട്ടിൽ, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ നല്ലതായിട്ട് പാടുപെട്ടിട്ടാണ് പോകുന്നത്. അതെല്ലാം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, പക്ഷേ എൻ്റെ സാറേ, എനിക്കൊരിക്കൽ പോലും നിരാശയുമില്ല, സങ്കടവുമില്ല, പരിഭവമില്ല, ഞാൻ നല്ല സന്തോഷവാനാണ്. എന്താണ് നിൻ്റെ സന്തോഷത്തിൻ്റെ കാരണമെന്ന് OJ വിക്ടർ എന്ന ക്രിമിനൽ വക്കീൽ ചോദിക്കുമ്പോൾ ആ പാവപ്പെട്ടവൻ മറുപടി പറഞ്ഞു, ഞാൻ ഒരു ഹൈന്ദവനായിരുന്നു, എൻ്റെ യേശുവിനെ ഞാൻ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, യേശു ഉള്ളതുകൊണ്ട് ഒരു സങ്കടമില്ല സാറേ എന്ന് പറഞ്ഞു.
ഇത് ആ മനുഷ്യനെ വല്ലാതെ സ്പർശിച്ചു. നാളുകൾ മുന്നോട്ട് പോയി. ഭാര്യ ക്ലാരമ്മ OJ വിക്ടറിനെ നിർബന്ധിച്ചു, ഒരു ധ്യാനത്തിന് പോകാം. ധ്യാനത്തിന് പോകാൻ താല്പര്യമില്ലാതിരുന്നിട്ടും ഭാര്യയോട് സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ടും ഭാര്യ പറഞ്ഞ വാക്കുകളെ മറികടക്കാൻ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ടും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മഞ്ഞുമ്മൽ ധ്യാനകേന്ദ്രത്തിൽ OJ വിക്ടർ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോയി. ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ആദ്യത്തെ ദിവസം തന്നെ ഇറങ്ങി ഓടാൻ തോന്നി. രണ്ടാമത്തെ ദിവസം ഇറങ്ങി ഓടാൻ തോന്നി. ഭാര്യയെ പ്രതി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കുമ്പസാരത്തിൻ്റെ ദിവസമായി. കുമ്പസാരിക്കുന്നില്ലെന്ന് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഭാര്യയുടെ കണ്ണിൽ നിന്ന് മാറി, ഭാര്യ നിർബന്ധിക്കാതിരിക്കാൻ വേണ്ടി മാറിപ്പോയൊരു സ്ഥലത്ത് അദ്ദേഹം ഒരു മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അടുത്ത് പോയി മറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ മറഞ്ഞ് ഒളിച്ചിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നിന്ന് അതിശക്തമായൊരു പ്രകാശം ഈ മനുഷ്യനിലേക്ക് വന്നടിച്ചു. ആ സെക്കൻഡിൽ ഈ മനുഷ്യൻ തൻ്റെ പാപജീവിതത്തെക്കുറിച്ച് ബോധമുള്ളവനായിട്ട് മാറി. വലിയ വായിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് കുമ്പസാരം നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു. ഭാര്യ കുമ്പസാരക്കൂട് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അവിടേക്ക് ചെന്നു. ജീവിതകാലത്ത് ഇന്ന് വരെയും ഏറ്റുപറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഗൗരവതരമായതും മാരകമല്ലാത്തതുമായ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് വാവിട്ട് കരഞ്ഞ് മണിക്കൂറുകളെടുത്ത് കുമ്പസാരിച്ച് കഴിയുമ്പോൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് കുമ്പസാരിപ്പിച്ച അച്ഛൻ എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് തലേ കുരിശ് വരച്ച് നെറ്റി കുരിശ് വരച്ച് ആശീർവദിച്ച് വിട്ടു. ധ്യാനം കഴിഞ്ഞ് മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഇദ്ദേഹത്തിന് വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും 40 ദിവസത്തേക്ക് അദ്ദേഹത്തിന് വല്ലാത്തൊരു വരണ്ട അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. വചനം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. 40 ദിവസം അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് കഴിയുകയാണ്. 40-ാം ദിവസം മുട്ടുമേൽ നിന്ന് ഇങ്ങനെ കൈ വിരിച്ച് എന്നെ ഒന്ന് സഹായിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ശബ്ദം, എന്തോ പൊട്ടിപ്പോകുന്നത് പോലെ വലിയൊരു ശബ്ദം കേൾക്കുകയും അദ്ദേഹത്തിൽ നിന്ന് മാരകമായ ബന്ധനാവസ്ഥകളെല്ലാം തകർന്ന് ഇല്ലാതാവുകയും ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം അയാൾ ക്ലാരമ്മ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ക്രിമിനൽ ലോയർ എന്ന ഉദ്യോഗം അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് 1-2 ബ്ലേഡ് കമ്പനികളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് നിർത്തുകയാണ്. അതിന് പകരം ഞാൻ മുറിയിലിരുന്ന് ബൈബിൾ വായിക്കാൻ പോവുകയാണ്. മനുഷ്യൻ അദ്ദേഹം ഇരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. മുറിക്കകത്തേക്ക് കയറുമ്പോൾ കൂട്ടുകാരന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടി ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും കൂട്ടുകാരെന്നെ അന്വേഷിച്ച് വന്നാൽ അവരോട് പറയണം, ഞാൻ അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ്, ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ്, ഞാൻ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിരിക്കുകയാണ്, അങ്ങനെ പറയണം. അങ്ങനെ ഭാര്യയെ ചട്ടം കെട്ടിയിട്ട് ഈ മനുഷ്യൻ മുറിക്കകത്തേക്ക് പ്രവേശിച്ചു. നിങ്ങൾ അത്ഭുതപ്പെടും. ആ മുറിയിൽ നിന്ന് അദ്ദേഹം തൻ്റെ വചന വായന പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് 18 മാസങ്ങൾക്ക് ശേഷമാണ്. 1.5 വർഷം കഴിഞ്ഞ് ദൈവവചനം ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ തലങ്ങും വിലങ്ങും വായിച്ച് മനസ്സിനകത്തേക്ക് ദൈവവചനം ഇറങ്ങി ആഴത്തിൽ പതിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി. ഞാൻ OJ വിക്ടറിനെ കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലിരുന്ന് എണ്ണി 1.25 മണിക്കൂർ പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് 185 വചനങ്ങൾ. 185 വചനങ്ങൾ നോക്കി പറയുകയല്ല. ഒരു വചനം പറയുമ്പോൾ അടുത്ത വചനം വരും, അടുത്ത വചനം പറയുമ്പോൾ അടുത്ത വചനം വരും. OJ വിക്ടർ ദൂരെ നിന്ന് കൈ ഉയർത്തുമ്പോൾ മീറ്ററുകൾക്കപ്പുറത്ത് പൈശാചിക ശക്തിയുള്ളവർ താഴെ വീണ് അലറിക്കരഞ്ഞ് പിശാചി വിട്ടുപോകും. ഈ കാലഘട്ടത്തിൽ ഒരൽമായ ശുശ്രൂഷകനിലും വെളിപ്പെട്ടിട്ടില്ലാത്ത അസാധാരണമായ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും കാലമായിരുന്നു വിക്ടറിൻ്റെ ശുശ്രൂഷ കാലഘട്ടം. ഹൈദരാബാദിൽ വെച്ച് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന് വെളുപ്പാങ്കാലത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്ന് മരിക്കുന്നത് വരെയുള്ള കാലം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും കാലമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു മനുഷ്യൻ ദൈവവചനത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനിൽ അസാധാരണമായ ദൈവശക്തികൾ വെളിപ്പെടാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ജീവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ തുറക്കുക, മനസ്സിരുത്തി വചനം വായിക്കുക, ദൈവം പറയുന്ന അരുളപ്പാടുകൾ ശ്രദ്ധിക്കുക. വചനം വായിക്കുന്ന സമയത്ത് എങ്ങനെ വായിക്കണം? യെശയ്യാ 66:2 വചനം വായിക്കേണ്ടത് എങ്ങനെയാണ്? യെശയ്യാ 66:2 വേഗം വായിക്കാം. യെശയ്യാ 66:2 ഉച്ചത്തിൽ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്,
ഇവയെല്ലാം എൻ്റേത് തന്നെ. വായിച്ചോ, കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. അടുത്ത വാക്യം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എങ്ങനെയുള്ളവരെയാണ് വചനം വായിക്കുമ്പോൾ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക. അതായത് വചനം വായിക്കുന്ന സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്കറിയാവുന്നതാണ്, ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പിന്നെ ഈ വചനം ഞാൻ എന്തോരം തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നടക്കത്തില്ല. ദൈവം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ദൈവം സംസാരിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ തലയിൽ കിടക്കുന്ന മുൻധാരണകൾ വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യരുത്. ഹെബ്രായർ 12:25 വായിക്കാമോ? ഹെബ്രായർ 12:25 വായിക്കാമോ? സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു വചനം കേട്ടു, ഉടനെ ഇതെനിക്കറിയാവുന്നതാണ്, ഞാനിത് കേട്ടിട്ടുള്ളതാണ്, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ആ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരില്ല. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം. എൻ്റെ വചനം കേൾക്കുമ്പോൾ ഇത് ദൈവം സംസാരിക്കുകയാണ്, ആ രീതിയിൽ വേണം വചനത്തെ സമീപിക്കാൻ. ദൈവവചനത്തെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ വായിച്ചിട്ടുള്ളതാണ്, എനിക്ക് അറിയാവുന്നതാണ്, ഇതിനകത്ത് എന്താ പുതുമയുള്ളത്, ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതല്ലേ, ഇത് ഞാൻ അച്ഛൻ സ്ഥിരം പറയുന്നതാണ്, ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് വചനം കേൾക്കുമ്പോൾ ദൈവം ഫ്രഷായിട്ട് സംസാരിക്കുകയാണ്. ഇന്നലത്തെ അഭിഷേകമല്ല ഇന്നത്തെ അഭിഷേകം. ഇന്നലെ സംസാരിച്ച പോലല്ല ഇന്ന് സംസാരിക്കുന്നത്. ഇന്നലെ സംസാരിച്ചത് തന്നെ ദൈവം ഇന്ന് വേറെ രീതിയിൽ സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭൂമിയിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചാൽ എത്ര വലിയ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെസ്സലോനിക്ക ലേഖനം എടുക്കാം. തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം തിരുവചനം ഉറക്കെ വായിക്കുക. വായിച്ചോ. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം. എന്നോട് വായിച്ചേ. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ വചനം സ്വീകരിക്കുമ്പോൾ എങ്ങനെ സ്വീകരിക്കണ്ടേ? മനുഷ്യരുടെ വചനമായിട്ടല്ല. അതുകൊണ്ട് ആനിലച്ചൻ പ്രസംഗിക്കുന്നു, പിതാവ് പ്രസംഗിക്കുന്നു, ഇന്നച്ചൻ പ്രസംഗിക്കുന്നു, അതിപ്പോൾ അങ്ങനെയല്ല കാണേണ്ടത്. വചനം പ്രസംഗിക്കുമ്പോൾ ദൈവവചനം ആര് പറഞ്ഞാലും എന്ത് ചെയ്യേണ്ടത്? ഇത് ദൈവത്തിൻ്റെ വചനം, ഇത് ദൈവം സംസാരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാലാണ് വചനം പ്രവേശിക്കത്തുള്ളൂ, എങ്കിലേ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, പിന്നെ വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വചനം വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കുമ്പോഴും ചിലപ്പോൾ നമുക്കിത് മനസ്സിലാകാതെ വരികയും മനസ്സിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യും. അതിനൊരു കാരണം ബൈബിൾ പറയുന്നുണ്ട്. 2 കൊറിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്തോസ് 4:4. ഞങ്ങളുടെ സുവിശേഷം 2 കൊരിന്തോസ് 4:4 വായിച്ചേ. 3 മുതൽ വായിച്ചോ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ, ഉറക്കം വായിക്കാമോ? ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് മാത്രമാണ്. ആരാണ് നാശത്തിലൂടെ ചരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ, അതായത് ലൗകിക വ്യഗ്രത, അതാണ് ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക്. ലൗകിക വ്യഗ്രത മനസ്സിൽ കിടന്നാൽ ദൈവവചനം പ്രവർത്തിക്കാതെ വരും. മത്തായിയുടെ സുവിശേഷം എടുക്കുക. ലൗകിക വ്യഗ്രത നമ്മുടെ ഹൃദയത്തിൽ കിടന്നാൽ സുവിശേഷം പ്രവർത്തിക്കാതെ വരും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ലൗകിക വ്യഗ്രത കിടക്കുമ്പോൾ ദൈവവചനം എന്തു ചെയ്യും? പ്രവർത്തിക്കത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി 13:22. മത്തായി 13:22 വായിക്കാം. മത്തായി 13:22 വായിച്ചോ. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ
അപ്പോൾ 2 കൊരിന്തോസ് 4:4 പറഞ്ഞത് ലോകത്തിൻ്റെ ദേവൻ എന്നാണ്. എന്താണ് ഈ ലോകത്തിൻ്റെ ദേവൻ? അതാണ് ഈ ലൗകിക വ്യഗ്രത. ലൗകിക വ്യഗ്രത, അതാണ് ഈ ലോകത്തിൻ്റെ ദേവൻ. ലൗകിക വ്യഗ്രതയുടെ ദുരാത്മാവ്, ലോകത്തിൻ്റെ ദേവൻ. അപ്പോൾ ഈശോ പറയുകയാണ്, എന്താണ് വചനം ശ്രദ്ധിക്കാൻ പറ്റാത്തത്? മത്തായി 13:22. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കും. മനസ്സിലായോ? വചനം വായിക്കുമ്പോൾ വചനം അകത്തോട്ട് കയറത്തില്ല. കാരണം എന്താ? ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യും. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയം ദൈവം തുറന്നു തന്നാലേ പറ്റൂ. ഈശോ പറയുന്നുണ്ട്, ലൂക്ക 24:25. ലൂക്ക 24:25 ഒന്ന് വായിക്കാമോ? ലൂക്ക, എല്ലാവരും ഒന്ന് എടുത്ത് വായിക്കാമോ? ലൂക്ക 24:25 വായിക്കാമോ? അപ്പോൾ അവൻ അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്. നിർത്തിക്കേ. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? അത് എബ്രായർ 1:1 പറയുന്നുണ്ട്, പൂർവ്വകാലങ്ങളിൽ വിവിധ രീതികളിലും വിവിധ ഘട്ടങ്ങളിലും ദൈവം പ്രവാചകന്മാർ വഴി നമ്മോട് സംസാരിച്ചു. അതെവിടെ കിടപ്പുണ്ട്? ബൈബിളിൽ കിടപ്പുണ്ട് ഇല്ലേ? പൂർവ്വകാലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. അതെവിടെ കിടപ്പുണ്ട്? ബൈബിളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈശോ ഇവിടെ പറയുകയാണ്, ലൂക്ക 24:25 പറയുകയാണ്, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ. എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വസിക്കാൻ? ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധം എന്നാണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം. വായിച്ചേ, പ്രവാചകന്മാർ, ലൂക്ക 24:25. അപ്പോൾ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവൻ. എന്താണ് മന്ദീഭവിച്ചത്? ഹൃദയം. ശ്രദ്ധിക്കുക, വചനം മനസ്സിലാവുന്നത്, ശ്രദ്ധിക്കുന്നുണ്ടോ? വചനം മനസ്സിലാവുന്നത് മനസ്സിലല്ല, ഹൃദയത്തിലാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ബുദ്ധി ഉള്ളതുകൊണ്ട് കാര്യമില്ല. എന്താ? ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. യെശയ്യാ 66 വായിച്ചില്ലേ? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവർ. ദൈവത്തിൻ്റെ വചനത്തെ മനുഷ്യരുടെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായിട്ട് സ്വീകരിക്കുന്നു. അവർക്കാണ് ഇത് വെളിപ്പെട്ട് കിട്ടുന്നത്, അവർക്കാണ് ഈ വചനം അകത്തോട്ട് കയറുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈശോ പറയുകയാണ്, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാകാത്തത്? ഒരു വചനം വായിക്കാം. സുഭാഷിതങ്ങൾ 25:2. സുഭാഷിതങ്ങൾ 25:2. എന്താ മനസ്സിലാവാത്തത്? മനസ്സിലാവാത്തതിനൊരു കാരണം ബൈബിൾ പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 25:2 വായിക്കാമോ? നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. മതി അതൊന്ന് ഉറക്കെ പറഞ്ഞ്. നിഗൂഢത ദൈവത്തിൻ്റെ, ഒന്നുകൂടെ പറഞ്ഞ്, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവം, ഇങ്ങോട്ട് നോക്കിയോ, ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ത്? നിഗൂഢത. ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ത്? നിഗൂഢത. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല തെളിഞ്ഞ് നല്ല വെളിപ്പെട്ട് മനസ്സിലാവുന്ന വിധത്തിലല്ല. അതുകൊണ്ടാണ് ഈശോ ഉപമകൾ വഴി അല്ലാതെ അവരോട് സംസാരിച്ചിരുന്നില്ല. നമ്മൾ വായിക്കുന്നില്ലേ? എന്താ കാര്യം? നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. അതായത് ദൈവിക കാര്യങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. മനസ്സിലായതുപോലെ തോന്നും, പക്ഷേ ഹൃദയത്തിലാവില്ല, ആത്മാവിൽ വെളിപ്പെട്ട് വരില്ല. നിങ്ങൾ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം. ബൈബിളിലെ വാക്യങ്ങൾ ബുദ്ധിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ആത്മാവിലോട്ട് കയറത്തില്ല. ആത്മാവിൽ കയറിയില്ലെങ്കിൽ അതൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. ബുദ്ധിയിലിരിക്കുന്ന ഒരു വചനത്തിനും ആരുടെയും ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താനുള്ള കഴിവില്ല. വചനം എവിടെ കയറണം? ഹൃദയത്തിൽ പ്രവേശിക്കണം, ആത്മാവിൽ കയറണം. ആത്മാവിൽ കയറാതിരിക്കുന്നതിനുള്ള ബ്ലോക്കാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം. മർക്കോസ് ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കും, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ബ്ലോക്ക് ചെയ്യും. ഇതിനെയാണ് 2 കൊരിന്തോസ് 4:4 വായിച്ചാണ് പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ ദേവൻ. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്ത് ചെയ്യണം? ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിഗൂഢമാണ്. മറ്റൊരു വചനം വായിച്ചോ, നിയമാവർത്തനം 29:29.
നിയമാവർത്തനം 29:29. നിയമാവർത്തനം ഡ്യൂട്രോണമി 29:29. നിയമാവർത്തനം 29:29 വായിച്ചേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാണ്. രഹസ്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് ദൈവമായ കർത്താവിൻ്റേതാണ് എന്ത്? രഹസ്യങ്ങൾ. കർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിഗൂഢമാണ്. അത് ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ആത്മാവാണ് വെളിപ്പെടുത്തി തരേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നും നമുക്ക് നമ്മുടെ സന്തതികൾക്കും വേണ്ടി ഉള്ളവയാണ്. 1 കൊരിന്തോസ് 2 എടുത്തേ. 1 കൊരിന്തോസ് 2 വായിക്കാം. 1 കൊരിന്തോസ് 2:6 മുതൽ വായിക്കാം. 1 കൊരിന്തോസ് 2:6 മുതൽ വായിക്കാം. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. രഹസ്യവും കണ്ടോ, എന്താണ് ആ വാക്ക്? ഏതാണ്? രഹസ്യവും നിഗൂഢവും. ഇതല്ലേ ഞാൻ പറഞ്ഞേ. രഹസ്യങ്ങൾ ദൈവത്തിൻ്റെതാണ്, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. വാക്യം 9 വായിക്ക്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, ഉറക്കം വായിച്ചേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ. കണ്ടോ, അതായത് ഇത് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനോ പറ്റുന്നതല്ല. ബുദ്ധിയിൽ മനസ്സിലായതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഒരു കാര്യവും ആത്മാവിലേക്ക് പ്രവേശിക്കില്ല. എത്രയോ വചനം കേട്ടു അനേകം ആളുകൾ, അത് ജീവിതത്തിൽ സ്ഥായിയായ ഒരു വ്യത്യാസം ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ഇതെല്ലാം എവിടെ പോയി? ബുദ്ധിയിൽ പോയി. ബുദ്ധിയിൽ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് പ്രവർത്തിക്കില്ല. എഴുതപ്പെട്ട ഒരു വചനവും മനുഷ്യൻ്റെ ബുദ്ധിയിലല്ല പ്രവേശിക്കേണ്ടത്, അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണം, എങ്കിലേ ഫലം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അങ്ങനെ ഇത് മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അവിടെ ഒരു വാക്കുണ്ട്, വെളിപ്പെടുത്തുക, വെളിപ്പെടുത്തണം. ആ വാക്ക് ശ്രദ്ധിക്കണം. വെളിപാട്. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുകയല്ല, മറിച്ച് വെളിപാടിലൂടെ മനസ്സിലാക്കുകയാണ്. അതാണ് ദൈവിക ജ്ഞാനം ഗ്രഹിക്കാനുള്ള വഴി. വെളിപാട് കിട്ടണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇനി 14 വായിച്ചേ. 1 കൊരിന്തോസ് 2:14. ലൗകിക മനുഷ്യന്, നിങ്ങൾ വായിക്കുന്നില്ലേ? ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യനാണ് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, കേൾക്കുന്നുണ്ടോ? ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ വെളിപാട് കിട്ടുന്ന ആളുകൾ. ഇത് വെളിപ്പെടുത്തി കിട്ടണം, അല്ലേ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 15-16 വായിക്കാം. മത്തായി 16, 15-16 വായിക്കാം. മത്തായി 16, 15-16. ചോദിച്ചേ. ഒരു കാര്യം ചെയ്തോ. മത്തായി 16 മുതൽ വായിച്ചു. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. 17. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. നിർത്തിക്കേ. യോനായുടെ പുത്രനായ ശിമയോനെ എന്ന് എന്തിനാ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഈ ശിമയോൻ്റെ, പത്രോസിൻ്റെ അപ്പന് വിളിക്കല്ലേ, തന്തയ്ക്ക് വിളിക്കല്ലേ, അല്ലേ? യോനായുടെ പുത്രൻ, അത് പറയേണ്ട കാര്യമുണ്ടോ? ശിമയോനെ എന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ കണക്ക് പഠിപ്പിച്ചിരുന്ന സാറ് ഞങ്ങളുടെ ആരുടെയും പേര് വിളിക്കത്തില്ലായിരുന്നു. അതിന് പകരം ഞങ്ങളുടെ അപ്പൻ്റെ പേര് വിളിക്കും. ഇപ്പോൾ എന്നെ എൻ്റെ അപ്പൻ്റെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കൂട്ടുകാരനെ അവൻ്റെ അപ്പൻ്റെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. ഇദ്ദേഹം എന്തിനാണ് അപ്പൻ്റെ പേര് വിളിക്കുന്നത്, നമ്മുടെ പേര് വിളിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നും. പിന്നെ ഞാൻ കുറച്ച് വളർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തിനാണ് അപ്പൻ്റെ പേര് വിളിച്ചതെന്ന്. എന്തിനായിരിക്കും അപ്പൻ്റെ പേര് വിളിച്ചത്? എന്തിനായിരിക്കും? എന്താ കരുമാന്തോട്ടിലെ അമ്മച്ചി പറഞ്ഞ് ഇരുന്ന് പറഞ്ഞാൽ മതി.
ഏതാ? ആ അല്ല, അത് എന്തിനായിരിക്കും? അതൊക്കെ ശരി, എന്തിനായിരിക്കും അങ്ങനെ? അതായത് എന്തെന്നറിയോ, അതായത് നീ പിള്ളേരെല്ലാം തന്നെ നല്ല വിളച്ചിലല്ലേ, നല്ല ഞൊളച്ചിലും വിളച്ചിലുമാണ് ഈ പിള്ളേരെല്ലാം തന്നെ. അപ്പോൾ ഈ വിളച്ചിലെടുക്കുന്ന പിള്ളേരോട് വളരെ സൈക്കോളജിക്കലായി മൂവാണ് ഈ നടത്തുന്നത്. സാറ് എന്താണെന്നറിയോ, നീ അധികം വിളയണ്ട, നിൻ്റെ അപ്പനെ എനിക്ക് അറിയാം. മനസ്സിലായോ? അപ്പൻ്റെ പേര് പറയുന്നതിൻ്റെ കാരണം നിൻ്റെ അപ്പനെ എനിക്ക് അറിയാം. അപ്പോൾ അധികം വിളയണ്ട, നിൻ്റെ അപ്പനെ വരെ എനിക്ക് അറിയാമെന്നുള്ളതാണ് അപ്പൻ്റെ പേര് വിളിച്ചത്. അത് ഇപ്പോഴും മനസ്സിലായത്, അന്ന് മനസ്സിലായില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവ് വിശ്വസിക്കുക ശരിക്കും പറഞ്ഞാൽ അപ്പനെ വിളിക്കണം. യോനായുടെ, അത് പറയേണ്ട വല്ല കാര്യമുണ്ട് അപ്പച്ച? യോനായുടെ പുത്രനായ ശിമയോനെ പറയേണ്ട, ശിമയോനെ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനായിരിക്കും അപ്പൻ്റെ പേര് പറഞ്ഞെന്നറിയാമോ? അതായത് ഇത് നിൻ്റെ അപ്പനോ നിൻ്റെ അപ്പൂപ്പനോ നിൻ്റെ വല്യപ്പനോ നിൻ്റെ വീട്ടുകാരോ പറഞ്ഞു തന്ന രഹസ്യം അല്ല, ഇത് നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലെന്ന്. അതാ യോനായുടെ പുത്രൻ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നീ ഇത് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നല്ലെന്ന്. ഇത് നിനക്ക് കുടുംബത്തിൽ നിന്നോ വിദ്യാഭ്യാസം കൊണ്ടോ അധ്യാപകരിൽ നിന്നോ സ്കൂളിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ കിട്ടിയതല്ലടാന്ന്. യോനായുടെ പുത്രനായ ശിമയോനെ, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല. മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല, മാംസരക്തങ്ങളല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത്, ആ വാക്കാണ് എനിക്ക് വേണ്ടത്, വെളിപ്പെടുത്തിയത്. മനസ്സിലായോ? വചനത്തിലെ എല്ലാ തിരുവെഴുത്തുകളും മനസ്സിലാവുകയല്ല, വെളിപ്പെടുത്തി കിട്ടണം. അപ്പോഴാണ് നമുക്കെല്ലാം കണക്റ്റഡായിട്ട് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഈ വചനത്തിൻ്റെ ആഴം പിടികിട്ടുന്നത്. അപ്പോഴാണ് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കുന്നതിന് വെളിപാട് ബുദ്ധിയിൽ മനസ്സിലായതുകൊണ്ട് ഒരു കാര്യവുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഒരു വെളിപാട് അത് വെളിപ്പെടുത്തി കിട്ടണം നമുക്ക്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് 1:11, ഗലാത്യർ 1:11 വായിക്കാമോ സഹോദരരെ? ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് പറഞ്ഞാൽ മാംസരക്തങ്ങളിൽ നിന്ന് കിട്ടിയതല്ല, മാനുഷികമല്ല. അടുത്ത വാക്യം, എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ എങ്ങനെയാണ്? എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമല്ല. അടുത്ത വാക്യം, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. പിടികിട്ടുന്നുണ്ടോ? തിരുവെഴുത്തുകൾ മനസ്സിലാക്കണോ? അതിന് വെളിപാട് കിട്ടണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു വചനമുണ്ട്, എഫേസോസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ. ഞാൻ സങ്കീർണങ്ങളായ കാര്യങ്ങളല്ല പറയാൻ പോകുന്നത്, പക്ഷേ എത്ര നിസ്സാരമായ കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൽ മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം പ്രദാനം ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എഫേസോസ് 1:17 പ്രാർത്ഥിച്ചിട്ടേ വരാവൂ നാളെ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കണമേ. മലങ്കര കുർബാനയിൽ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് അച്ഛന്മാർ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് മനോഹരമായ ഒരു പ്രാർത്ഥന ചൊല്ലും. സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ, എൻ്റെ ആത്മീയ കരങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. വൈരിയുടെ സകല വ്യാപാരത്തിൽ നിന്നും എൻ്റെ ബോധത്തെയും അവിഹിത വീക്ഷണത്തിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും വ്യർത്ഥശ്രവണത്തിൽ നിന്ന് എൻ്റെ ചെവികളെയും നിന്ദ്യപ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നീ കാത്തുകൊള്ളണമേ. അങ്ങനെ ഞാൻ പൂർണ്ണമായി നിൻ്റേതാകാനും നിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ നൽവരങ്ങൾ നിന്നിൽ നിന്ന് പ്രാപിക്കാനും എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ഈ ബലിപീഠത്തിൽ നിൻ്റെ ദൈവിക രഹസ്യങ്ങൾ ആഘോഷിക്കുമ്പോൾ
അത് മനുഷ്യർ കാണുന്നത് പോലെ കാണാതെ ദൈവം നീ നിൻ്റെ ശരീരത്തെ കാണുന്നത് പോലെ നിൻ്റെ ശരീരത്തെ കാണാൻ എൻ്റെ ഈ മലിനമായ കണ്ണുകളും മലിനമായ ചെവികളും മലിനമായ കൈകളും മലിനമായ ബോധമെല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മാലിന്യങ്ങൾ നീക്കിക്കളഞ്ഞ് എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണത്. എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ, ഇതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. എഫെസോസ് 1:18 ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? മടുത്തോ? ശ്രദ്ധിക്കണം. അതായത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് മറക്കരുത്, ഇത് ചെയ്യാതെ വന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ വചനം കയറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പ്രാർത്ഥിക്കണം. അപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സ് യേശു തുറന്നു. ലൂക്ക 24:45 എന്താണ്? തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു കൊടുത്തു. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 16:14 വായിക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാനായി ലിദിയായുടെ ഹൃദയം പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്തു. അപ്പസ്തോലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ വലിയ അഭിഷേകം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. വലിയ അഭിഷേകം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവും. ഉറപ്പാണ് എനിക്ക്. ദൈവം ഇടപെടും. ദൈവത്തിൻ്റെ കരുണയും കരുതലും എല്ലാം അനുഭവിക്കാൻ പറ്റും. ഒത്തിരി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരും. ഒറ്റ കാര്യം നിങ്ങൾ ഇത് മറക്കരുത്, ഗൗരവം ചോദിക്കേണ്ടതേ ചോദിക്കാവൂ. ഒന്നാമത് ചോദിക്കേണ്ട കാര്യം എന്താണ്? ദൈവമേ, എനിക്ക് ഇത് വെളിപാടിലൂടെ എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ. ദൈവവചനം ഗ്രഹിക്കാനായി നിങ്ങൾക്ക് ഒരു കൃപാവരം ദൈവം തന്നാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ തുറക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ മനസ്സിനെ ദൈവം ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് ഗൗരവമായിട്ട് എടുക്കാൻ ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നാളെ മുതൽ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ നേരത്തെ വരിക. പിന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധാരണ നമ്മൾ കൺവെൻഷനൊക്കെ പോകുമ്പോൾ മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള വചനമാണ് പറയുന്നത്. ഇനിയും അങ്ങനെ പറയത്തില്ല, കുറച്ച് നാളത്തേക്ക് അങ്ങനെ പറയാൻ പാടില്ല. ഇനി എന്ത് ചെയ്യണം? മഴ പെയ്യാൻ വേണ്ടി, കൺവെൻഷന് ആളുകൾ ഇച്ചിരി നനഞ്ഞാലും വേണ്ടില്ല, ഇവിടെ വെള്ളം ആയാലും വേണ്ടില്ല, മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സക്കറിയ 10:1 മഴ പെയ്യാൻ വേണ്ടിയുള്ളൊരു വചനമാണ്. അത് ചൊല്ലണം. സക്കറിയ വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കണം. മഴക്കാർ അയക്കുന്നതും അതുപോലെ തന്നെ പിന്നെ വയലേലകളെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ് എന്നാണ് സക്കറിയ 10:1 പറയുന്നത്. അപ്പോൾ ആ വചനം വെച്ചിട്ട് പ്രാർത്ഥിക്കണം. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല അടയാളമാണ്. കൺവെൻഷൻ തുടങ്ങിയപ്പോൾ പിതാവ് ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ ഒരു അന്നാമ്പള്ളം തളിച്ച പോലെ ഒരു മഴയങ്ങ് പെയ്തു. ദൈവത്തിന് മഹത്വം. വലിയ മഴ ഉണ്ടാവട്ടെ. കാരണം ഒരുപാട് പേര് വെള്ളമില്ലാതെ തിരുവനന്തപുരത്തൊക്കെ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ഉള്ള അവിടെയൊക്കെ താമസിക്കുന്ന നമുക്ക് പരിചയമുള്ള ആളുകൾ നമ്മളെ വിളിച്ചിട്ട് പറയും, ഫ്ലാറ്റിലെങ്ങും വെള്ളമില്ല ചാന്ന് പറയും. വെള്ളമില്ല, ഒരിടത്തും ഇല്ല. അപ്പോൾ വലിയ പ്രശ്നമാണ് വെള്ളമില്ലാത്തത്. നിങ്ങൾക്ക് മലയോര പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ?